ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. NDA പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും പങ്കെടുക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇനി അറിയാനുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതാണ്. ഒരു പൊതുസമ്മതനായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുക എന്നതായിരിക്കുമല്ലോ ഇന്ത്യ കൂട്ടായ്മ ഇപ്പോൾ അവരുടെ ആലോചനയിൽ ഉണ്ടാവുക. ആരുടെയൊക്കെ പേരാണ് പരിഗണനാ പട്ടികയിൽ ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ സൂചനകളോ പുറത്തു വരുന്നുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങളുമായുള്ളത്. അച്യുതൻ, പറയൂ. ഈ ഗവർണർക്കും രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച ആ ഉത്തരവിനെതിരായ രാഷ്ട്രപതി റഫറൻസിൽ ഇപ്പോൾ ആ വാർത്തയിലേക്ക് വരാം അച്യുതൻ. ഞാൻ മറ്റൊരു വാർത്തയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ വാർത്ത ഈ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ എന്തൊക്കെ വരുന്നുണ്ട് എന്നതിലാണ്. അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 12 മണി കഴിഞ്ഞു. 12:45 1 മണിക്കും ഇടയിലായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണനും പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്.